വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റി പറയുമ്പോൾ വളരെ നിസ്സാരമായ ചെറിയൊരു ഗ്രന്ഥി എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക. പക്ഷെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളുടെ താളം നിയന്ത്രിക്കുക, പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തിക്കുക തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഈ ഒരു ചെറിയ ഗ്രന്ഥിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയുടെ ശസ്ത്രക്രിയ അത് നിർണായകവും സങ്കീർണവും ഒക്കെ ആണെന്ന്. പക്ഷെ ഇന്ന് വൈദ്യശാസ്ത്ര രംഗം വളരെയേറെ പുരോഗമിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് പോലും വളരെ അതിശയം തോന്നും. കാരണം ഒരു മുറിപ്പാട് പോലും ഇല്ലാതെ, ഒരു തുന്നൽക്കെട്ട് പോലും ഇല്ലാതെ ഇന്ന് തൈറോയ്ഡ് ശസ്ത്രക്രിയ സാധ്യമാണ്. എങ്ങനെയെന്നല്ലേ അതിനെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. നമ്മുടെ അതിഥി ഡോക്ടർ തോമസ് വർഗീസ്, സീനിയർ ഓങ്കോളജിസ്റ്റ്, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഹലോ സർ. ഹലോ. സ്വാഗതം. തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റി പറയുമ്പോൾ വളരെ ചെറിയ ഒരു ഗ്രന്ഥിയായിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്ങനെ അതിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്വഭാവം പോലും അതിനെ ചിലപ്പോ ബേസ് ചെയ്തിരിക്കുന്നവര് ചിലപ്പോൾ നമ്മൾ പറയും ആള് ഭയങ്കര ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പനാണെന്നൊക്കെ പറയും. അത്ര സ്വഭാവം പോലും ചിലപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രന്ഥി എന്താണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഈ എൻഡോക്രൈൻ ഓർഗൻ, ഈ എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറഞ്ഞാൽ ഡക്റ്റുകൾ, സ്രവങ്ങൾ പുറത്തേക്ക് വരാനുള്ള പ്രത്യേകമായ ഡക്റ്റ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്ന പ്രത്യേകതരം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഗ്രന്ഥിയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയിഡിന്റെ ഏറ്റവും പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ്, ആദ്യം മാഡം പറഞ്ഞ പോലെ കംപ്ലീറ്റ് മെറ്റബോളിക് സിസ്റ്റം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോണാണ്. ഇപ്പൊ ദേഷ്യം വരുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഹൈപ്പർ തൈറോയിഡിസം ആവാം, എല്ലാവർക്കും ആണെന്നല്ല, ആവാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റു പല ഗ്രന്ഥികളുടെയും കൺട്രോളും തൈറോയ്ഡ് ഹോർമോണിനെ ആധാരിതമായിട്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും കോമൺസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ഡിസീസസ് കാണുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ്. വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം, പലതരത്തിലുള്ള മുഴകള്, പിന്നെ നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ഗ്രോത്ത്, ഇങ്ങനെ പല അധികം സംഗതികളും തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ട്. സാർ പറഞ്ഞല്ലോ ഇപ്പൊ വളരെയധികം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോഴും അതിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ വലുതായിട്ട് കാണിക്കാറ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഒരു വിസ ടെസ്റ്റിന് പോകുന്നു, അപ്പോഴാണ് ചിലപ്പോൾ തൈറോയിഡിന്റെ ഇത് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗർഭിണിയാണ്, അതിന്റെ ഒരു ടെസ്റ്റിന് പോകുമ്പോൾ അല്ലെ അപ്പോഴും നമ്മൾ തൈറോയിഡിന്റെ ആ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന അസുഖങ്ങളെ ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അതിന്റെ ഫംഗ്ഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രണ്ട് അതിലുണ്ടാകുന്ന മുഴകൾ. മുഴകൾ ന്യായമായിട്ടും എല്ലാവർക്കും ഒരു 80% ആൾക്കാരെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. വളരെ ചെറുതായിട്ട് ആരംഭിക്കുന്ന മുഴകൾ ഒരുപക്ഷെങ്കിൽ ആദ്യമേ പ്രാരംഭദശയിൽ എല്ലാവർക്കും പുറമേ മനസ്സിലായെന്ന് വരില്ല. കാരണം ചെറിയ നെക്കുള്ളവരുണ്ട്, നീളമുള്ള നെക്കുള്ളവരുണ്ട്, വളരെ ഒബീസായിട്ടുള്ള ആൾക്കാരുണ്ട്, മെലിഞ്ഞ ആൾക്കാരുണ്ട്. അത് വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ ഫംഗ്ഷനിലുള്ള വ്യത്യാസം പലപ്പോഴും പല സിംറ്റംസ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്ത്രീകളിലാണെങ്കിൽ എക്സസീവ് മെനറേജിയ ഉണ്ടാകുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്കറിയാം ഹൈപ്പോ തൈറോയിഡിസിന്റെ രക്തസ്രാവം, അതുപോലെ മുടി കൊഴിച്ചിൽ, പിന്നെ ലെത്താർജി, ഒന്നൊരു ആക്റ്റീവ് അല്ലാതാവുക. അപ്പൊ തൈറോയ്ഡ് ഹോർമോണിന്റെ വരുമ്പോഴാണ് നമ്മളൊരു തണുപ്പം മട്ടാണെന്ന് കറക്റ്റ്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മിക്കവാറും തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവുകളിൽ വ്യത്യാസം കാണും. ഇതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി, അതും അത്തരം വളരെയധികം ആപ്പിറ്റൈറ്റ്, വിശപ്പ് കൂടുന്നു, അതേസമയം മെലിഞ്ഞു പോകുന്നു. പിന്നെ ഹൈപ്പർ ഇറിറ്റബിൾ സിറ്റുവേഷൻ, അതുപോലെ കണ്ണൊക്കെ മുന്നോട്ട് തള്ളി, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും, കണ്ണൊക്കെ മുന്നോട്ട് തള്ളി വരുന്ന ഒരു ഫീച്ചേഴ്സ്. ഇങ്ങനെയൊക്കെ പല പല ലക്ഷണങ്ങളും നമുക്ക് കാണുമ്പോൾ ഈ ആളിന് ഒരുപക്ഷെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്. സർ, എങ്ങനെയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും വെച്ച് നോക്കുമ്പോൾ തൈറോയിഡിന്റെ ഒരു പ്രശ്നം എങ്ങനെയാണ്? കാരണം കൂടുതൽ ആർത്തവ സംബന്ധമായിട്ട് ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കാം. ഉണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കൂടുതൽ ഇപ്പൊ ഒരു 60-40 എന്ന് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു 60% പ്രശ്നങ്ങൾ മിക്കവാറും സ്ത്രീകളിലായിരിക്കും വരുന്നത്. കാരണം അവരുടെ ബോഡിയിലുള്ള യൂട്ടിലിറ്റി ആവശ്യങ്ങൾ, ഒരുപക്ഷെ ഓരോ മാസവും വേണ്ടി വരുന്ന ഹോർമോണിന്റെ വ്യതിയാനങ്ങളും ഫംഗ്ഷണൽ വേരിയേഷൻ, പിന്നെ ഒരു അമ്മയാകുന്നു, മുലയൂട്ടുന്നു, ഈ ഓരോ സാഹചര്യങ്ങളിലും തൈറോയ്ഡ് ഹോർമോണിന്റെ അളവുകൾ വ്യത്യാസമായിരിക്കും വേണ്ടത്. അപ്പൊ ന്യായമായിട്ടും സ്ത്രീകളിലായിരിക്കും കൂടുതലായിട്ടും തൈറോയിഡിലുള്ള അബ്നോർമാലിറ്റീസ് കാണുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട്. പാരമ്പര്യത്തിന് എന്തെങ്കിലും പ്രത്യേകത നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ ചിലർ പറയുന്നേക്ക് അച്ഛനുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വന്നു അങ്ങനെയൊക്കെ.
പരമ്പരാഗതമായി തൈറോയിഡിൽ ക്യാൻസറുകൾ മാത്രമേ പരമ്പരാഗതമായിട്ട് സാധാരണ കണ്ടുവരുന്നുള്ളൂ. ഈ ഗോയിട്രോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസോ അങ്ങനെ സാധാരണ ഒരു പരമ്പരാഗതമായിട്ടും പറയാൻ സാധിക്കില്ല. ഈ കുട്ടികളിൽ എങ്ങനെയാണ് സർ? കുട്ടികളിലും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും. ഇപ്പൊ അമ്മമാരിൽ ഗർഭസ്ഥാവസ്ഥയിൽ തൈറോയിഡിന്റെ അബ്നോർമാലിറ്റിയുടെ അളവ് കുറവാകുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ കട്ടിന്യൂസ് ആയിട്ടാണ് നമുക്കറിയാം തൈറോയിഡ് കട്ടിന്യൂസ് എന്ന് പറയുന്നത് വെച്ചാൽ വളർച്ചയില്ലാത്ത അല്പം ബുദ്ധിമാന്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് ജനിച്ചു വളരും. ചെറുപ്രായത്തിൽ ഒരു ചില ആൾക്കാരിൽ ഒരു മിഡിൽ ഒരു അഡോളസെന്റ് ഏജ് ആകുമ്പോൾ ഓട്ടോ ആന്റിബോഡീസ് ബോഡിയിൽ ഉണ്ടായിട്ട് തൈറോയിഡിന്റെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവാം. പിന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡ് അങ്ങനെ പല പല ഫീച്ചേഴ്സ്. ആദ്യത്തെ കോളാണ്. ഹലോ 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 സ്വാഗതം. വീട്ടുവിശേഷമാണ്. പേരെന്താ? പറയൂ. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ കേട്ടോ. ഡോക്ടർ, എനിക്ക് ചോദിക്കേണ്ടത് എന്റെ മോന്റെ ഒരു കുട്ടി പ്രസവിച്ച് 40 ദിവസം എത്തിയപ്പം തൈറോയിഡിന്റെ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം തൈറോയിഡിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു, തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതലേ ഇന്ന് മുതലും ചികിത്സിച്ചോണ്ടിരിക്കുകയാണ്. അതെ, തൈറോയിഡിന്റെ ഹോർമോണിലെ അളവിലുള്ള കുറവായിരിക്കും ആ കുട്ടിക്കുള്ളത്. ആദ്യം എൽട്രോൾസിന്റെ ഗുളിക 75 വീതം കഴിച്ചു. രാവിലെ 1 ഉച്ചയ്ക്ക് അര, അങ്ങനെ 3 നേരം 75 വരെ കഴിച്ചു, 1.5 ഗുളിക വീതം. അതിനുശേഷം പറ്റും വീണ്ടും ഈ ഗുളിക എന്നെ തുടർന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു ആഹാരങ്ങളും കഴിക്കാൻ വയ്യ, ഛർദിലും ഒറ്റ ആഹാരങ്ങൾ വേണ്ട, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയെ ഇപ്പൊ 6 വയസ്സേ ഉള്ളു. അപ്പൊ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ ഹോർമോൺ ഗുളികയുടെ അളവിന് പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും, ആവശ്യകത. അപ്പൊ കുട്ടി വളരുന്ന അനുസരിച്ച് ഒരുപക്ഷെ വീണ്ടും ഹോർമോണിന്റെ അളവ് കൊടുക്കേണ്ട അളവ് കൂടുതലായി വേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു രോഗിക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ റീപ്ലേസ്മെന്റ് കൊടുക്കും. 3 മാസം 6 മാസം ഗ്യാപ്പിട്ട് അവരെ വിളിച്ചിട്ട് രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് മെഷർ ചെയ്തിട്ടായിരിക്കും നമ്മൾ വീണ്ടും ടൈട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്, തുടർച്ചയായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കണ്ട ഡോക്ടറെ തന്നെ കണ്ടിട്ട് ഈ മിനിമം 6 മാസം ഒരിക്കലെങ്കിലും ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് കൃത്യമായ അളവിലാണോ ഈ മരുന്ന് കഴിക്കുന്നതെന്ന് അറിയണം. എങ്കിൽ മാത്രമേ ഒരു നല്ല ഒരു ആരോഗ്യമുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഡോക്ടർ ജയകുമാറാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ അത് വീണ്ടും കൃത്യമായ സമയബന്ധിതമായിട്ട് തന്നെ പരിശോധന നടത്തി മുന്നോട്ട് പോകണം. ഓക്കെ അമ്മ, വളരെ നന്ദി. സർ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ കോളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു, കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിമാന്ദ്യത്തെ കുറിച്ചിട്ട്. ബുദ്ധിമാന്യം മാത്രമല്ല, എപ്പോഴും ഈ BMR ബേസൽ മെറ്റബോളിക് റേറ്റ് നമുക്ക് കൊടുക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ അതിന്റെ അളവിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എല്ലാ വ്യത്യാസങ്ങളും സംഭവിക്കും. അതുപോലെ ഇപ്പോ കഴുത്തിലെ മുഴയാണ് തൈറോയിഡിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നത്, ഇപ്പൊ ചിലർ വന്ന് പറയാറുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ മുഴയുണ്ട്, അത് ക്യാൻസർ ആണോ എന്നൊക്കെ ഉള്ള. അപ്പൊ എല്ലാ മുഴകളും ക്യാൻസർ ആണ് അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും? തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ഒരിക്കലും ക്യാൻസർ അല്ല. ഒരു പക്ഷെങ്കിൽ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത മുഴകളായിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത്. പക്ഷെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചില ടെസ്റ്റുകളൊക്കെ അതിന് ക്രമാനുസൃതമായി ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടാൻ സാധിക്കുള്ളൂ. എപ്പോഴും ആലോചിച്ചോണം, നല്ല ചികിത്സയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എത്തണമെങ്കിൽ അതിന് ചില ഓർഡറുകളുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഫങ്ഷണലി ഈ വ്യക്തിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ. കാരണം പലപ്പോഴും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള സിറ്റുവേഷനിലും ചില മുഴകൾ ഉണ്ടാവാം. അതിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ട് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോണിന്റെ അധികമായിട്ടുള്ള അതുപോലെ 2 തരമുണ്ട്. ഒന്ന് സോളിറ്ററി നോഡ്യൂൾ, ചിലപ്പോൾ ഒരു നോഡ്യൂൾ മാത്രം വലുതായിട്ട് അത് ഹൈപ്പർ ഫംഗ്ഷൻ ആയിട്ട് മാറും. മുഴുവൻ ഗ്ലാൻഡും വലുതായിട്ടും ഹൈപ്പർ ഫംഗ്ഷൻ വരാം. അങ്ങനെ നമ്മളൊരു വ്യക്തിയെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ഫംഗ്ഷണലി പ്രയാസങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തൈറോയ്ഡ് കാണുന്ന ഈ മുഴയ്ക്കകത്ത് എന്താണ് പ്രശ്നം, അതിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൾഡും പറഞ്ഞ ആൻസർ അതാണ്. കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും തൈറോയ്ഡ് ഹോർമോണിന്റെ ആവശ്യകതയുണ്ട്.
അവിടെ എല്ലാ ഫിസിയോളജിക്കൽ ബോഡിയിലുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും അതനുസരിച്ച് ബോഡി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് എത്ര ഡോസ് മരുന്ന് കഴിക്കണം, ഓരോ സ്റ്റേജിലും, ഇനി അത് കഴിഞ്ഞ് അഡോളസൻസ് ആയി 18-19 വയസ്സ് കഴിയുമ്പോഴേക്ക് ഡോസേജ് മാറേണ്ടി വരും. കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി എല്ലാ 6 മാസം ഒരിക്കലും ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം കൃത്യമായിട്ട് മരുന്ന് തുടർന്ന് കഴിക്കേണ്ട ആവശ്യകതയാണ്. അത് മസ്റ്റായിട്ട് മാറും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം. ഇതായ ആവശ്യകതയാണ്. അപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? എൻഡോക്രൈൻ ഡോക്ടറിനെ കാണണം. ശരി, എന്നാ അത് ഡോക്ടർ നല്ല എൻഡോക്രൈൻ ഡോക്ടർ എവിടെ ഉണ്ട്? മിക്കവാറും എല്ലാ മേജർ ഹോസ്പിറ്റലിലും ഇപ്പോൾ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിലുണ്ട്, അത് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലുണ്ട്. അത് കണ്ടുപിടിക്കണം നിയറസ്റ്റ് ആയിട്ടുള്ള. എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലത്തുണ്ട്. ഓരോ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അത് കണ്ടുപിടിക്കണം. പിന്നെ വളരെ നന്ദി മാഡം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മുഴകളായിട്ട് ഇപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഒരു മുഴയുമായിട്ട് ഒരു പേഷ്യന്റ് വരുന്നു, സാർ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്തു. എപ്പോഴാണ് നമ്മൾ ശസ്ത്രക്രിയ വേണം എന്ന് തീരുമാനിക്കുന്നത്? ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടായിരിക്കും നമ്മുടെ തീരുമാനമെടുക്കുന്നത്. എല്ലാ ആൾക്കാർക്കും ഒരേ നിയമം ബാധകമായിരിക്കത്തില്ല. നമ്മൾ ഈ സ്ക്രീൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതാണ്ട് 122 വർഷങ്ങൾക്ക് മുമ്പ് ആണ് തിയഡോർ കോഹർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ആദ്യമായിട്ട് ലോകത്തിൽ തൈറോയിഡിന്റെ ശസ്ത്രക്രിയ സേഫായിട്ട് ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തത്. ഈ ഡോക്ടർക്ക് അതിന് നൊബൽ പ്രൈസ് കിട്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 122 വർഷം മുമ്പ് ഈ ലോകത്തിൽ എക്സ്റേ പോലും ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അൾട്രാസൗണ്ട് ഇല്ലായിരുന്നു, സിടി സ്കാൻ ഇല്ലായിരുന്നു, MRI സ്കാൻ, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ഡോക്ടർ കണ്ടുപിടിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ കാലം മാറി, മുന്നോട്ട് മാറി, പല പുതിയ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ കണ്ടു, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കണ്ടു. നമുക്കില്ലാത്ത സൗകര്യങ്ങളില്ല. അതെ, നമ്മൾ ആദ്യം അൾട്രാസൗണ്ട് പറഞ്ഞു, പക്ഷെ ഇന്ന് ആ അൾട്രാസൗണ്ട് മാറിയിട്ട് 3D അൾട്രാസൗണ്ട് വന്നു കഴിഞ്ഞു, 3D CT സ്കാൻ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ്സുകൾ മുഴുവൻ മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പം പഴയ രീതിയിലുള്ള ശസ്ത്രക്രിയയിലുള്ള പോരായ്മകൾക്ക്, അല്ലെങ്കിൽ ഈ പോരായ്മകൾ നമ്മളെ കൂടുതലായിട്ട് പുതിയ പന്ഥാവിലേക്ക് മാറാൻ നമുക്ക് പ്രചോദനം തരികയും അങ്ങനെ നമ്മൾ ആ പഴയ രീതിയിലുള്ള ശസ്ത്രക്രിയ പോരാ, പുതിയ രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റ് ലോകത്തിലോട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന ആ ഒരു കൺസെപ്റ്റിനനുസൃതമായിട്ടാണ് ഞാൻ ഒരു പുതിയ ശസ്ത്രക്രിയയെപ്പറ്റി ചിന്തിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്തു. അതിലൂടെ ഞാൻ വരുന്നതിന് മുമ്പേ ഒരു സിമ്പിൾ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. തൈറോയ്ഡ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ബേസിക്കലി എന്തിനു വേണ്ടിയാണ്? അതിന് പ്രധാനപ്പെട്ട 2 ഞരമ്പുകളുണ്ട്. ഒന്നിന്റെ പേര് റെക്കറന്റ് ലേഞ്ചൽ നെർവ്, മറ്റേതിന്റെ പേര് സുപ്പീരിയർ ലേഞ്ചൽ നെർവ്. ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. രണ്ടാമത്തെ പ്രധാനമായ കാര്യം പാരാതൈറോയ്ഡ്. നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യം മെറ്റബോളിസം കൺട്രോൾ ചെയ്താണ് പാരാതൈറോയ്ഡ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ്. അതിനെ നമുക്ക് സേവ് ചെയ്യണം. മൂന്നാമത്തെയാണ് സൗന്ദര്യം. ഇന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും സൗന്ദര്യം ആവശ്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവർക്കും, ആർക്കാണ് ഒരു പാട് വരാൻ ഇഷ്ടം? അപ്പം സൗന്ദര്യം എന്ന് പറയുന്ന ശസ്ത്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഇനി അതേപോലെ തന്നെ ബ്ലീഡിംഗ്. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് രക്തം പോവുക, ബ്ലീഡിംഗ് ഉണ്ടാവുക, ഇതൊക്കെ ഇന്ന് പഴയ സ്റ്റോറിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് ടെക്നോളജി മാറിക്കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനമായ കാര്യമാണ് ഞാൻ ഈ അടുത്ത പിക്ചറിൽ കാണിക്കുന്നത്, കഴുത്തില് വരുന്ന പാടുകൾ. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ റെഡ് സാരി എടുത്തേക്കുന്ന ഈ ലേഡി 20 വർഷം മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞാണ്, ഇപ്പോഴും കഴുത്തിൽ ഈ പാടുണ്ട്. അടുത്താണ് 10 വർഷം മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞാണ്, ഈ പാട് ഇപ്പോഴും ശേഷിക്കുന്നു. ശേഷം ഉള്ള ശസ്ത്രക്രിയ കോഹർ തൈറോയ്ഡ് സർജറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴുത്തിൽ മാല പോലെ സ്കാർ വരണമെന്ന് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ താഴെ കാണുന്ന പുരുഷൻ എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് ഇത് ആവശ്യമായ സൗന്ദര്യം. ആ ശസ്ത്രക്രിയയുടെ പാട് അതും 10 വർഷം മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ്. ഈ ലാസ്റ്റ് കാണുന്ന ഒരു അമ്മച്ചിയുടെ പടമാണ്. ഈ കഴുത്ത് 40 വർഷം മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ്. അപ്പൊ ഈ പാടുകളും ആയിരുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ വേണോ, ഇങ്ങനെ തന്നെ ആയിരിക്കണമോ, അതോ നമുക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കണോ എന്നുള്ള കൺസെപ്റ്റിലാണ് പുതിയ ശസ്ത്രക്രിയയെപ്പറ്റി ചിന്തിക്കുകയും പാടുവരാ ശസ്ത്രക്രിയയെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുകയും അങ്ങോട്ട് എത്തുകയും ചെയ്തു. സാറിന് അതിന് പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? രോഗികൾ തന്നെ വന്ന് പറയുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ കഴുത്തെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടൊരു ഭാഗമാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവരും എപ്പോഴും ടൈ കെട്ടി നടക്കുന്നതാണല്ലോ. അപ്പം പുരുഷന്മാരാണെ പോലും. അപ്പം സൗന്ദര്യം എന്ന് പറയുന്ന പ്രധാന ഒരു ഭാഗമാണ്. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ്
കോംപ്ലിക്കേഷൻസ്, നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാത്ത രീതിയിലുള്ള ശസ്ത്രക്രിയ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യകത, ആൾക്കാരുടെ ഡിമാൻഡ്, പ്രശ്നങ്ങളുടെ സങ്കീർണത, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പം ലിറ്ററേച്ചർ, മെഡിക്കൽ ലിറ്ററേച്ചറിൽ കാണുന്ന ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാത്ത രീതിയിൽ നമുക്ക് ഏതെങ്കിലും കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയെങ്കിൽ എങ്ങനെ, ഇതായിരുന്നു പുതിയ ശസ്ത്രക്രിയ കണ്ടുപിടിക്കാനുള്ള പ്രചോദനം. എന്നിട്ട് എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ അതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ സർ ഇപ്പൊ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് മറ്റു ശസ്ത്രക്രിയകളിൽ നിന്നും വ്യത്യസ്തമാവുന്നത്? ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ ശരീരത്തിന്റെ ഹ്യൂമൻ ബോഡി, ഈ ഹ്യൂമൻ ബോഡി എന്ന കമ്പ്യൂട്ടർ നമുക്ക് ഡിസെക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ചിത്രം കണ്ടാൽ മനസ്സിലാവും, കമ്പ്യൂട്ടർ മൊഡ്യൂൾ. അപ്പൊ ഈ മെത്തേഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന അവയവത്തിനെ 3 ഡയമെൻഷനിൽ നമുക്ക് ഒരു പിക്ചർ ഇമേജ് ആക്കാം. നമ്മളെല്ലാ ആൾക്കാരും ഓരോ സംഗതിയും കാണുന്നത് 2 ഡയമെൻഷനിലാണ്. ഈ 3 ഡയമെൻഷനിൽ കാണുമ്പം ആദ്യം കാണുന്ന വ്യത്യാസം എന്താണ്? ശസ്ത്രക്രിയ നടക്കുന്നത് കഴുത്തിന്റെ റൂട്ടിൽ ഏറ്റവും താഴെ കൂടെയാണ്. ഇവിടെ 2 പ്രധാനപ്പെട്ട മസിൽസ് കഴുത്തിലുള്ളതിന്റെ പേരാണ് പ്ലാറ്റിസ്മ മസിൽ. ഇത് കഴുത്തിന്റെ സെന്ററിലില്ല. നമ്മൾ 2 വശത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് മുറിവ് തിരിച്ചു കൂട്ടിക്കെട്ടുമ്പോൾ സെൻട്രൽ ഈ മസിൽ ഇല്ലാത്ത അവസ്ഥയിൽ 2 സൈഡിലുള്ള മസിലുകളും ഈ സ്കാറിനെ 2 സൈഡിലോട്ടും വലിക്കും. അങ്ങനെ വലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാട് ഒരിക്കലും മായില്ല. അപ്പം ഈ റൂട്ടിൽ കൂടെ നമ്മൾ ചെയ്താൽ പാട് തീർച്ചയായിട്ടും ഉണ്ടാവും. അടുത്ത പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അതിന്റെ പുതിയ കൺസെപ്റ്റ് അനുസരിച്ച് അതിന്റെ ഒരു മിഡ് ലൈനിലുള്ളത് ആ പഴയ ഇസ്തമസ് എന്ന് പറയുന്നത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുന്ന ഭാഗം മാത്രമേ ഭാഗം മാത്രമേ ഉള്ളൂ സെൻട്രൽ. തൈറോയ്ഡ് ഗ്രന്ഥി ഒരു എക്സാക്ട് സെൻട്രലുള്ള ഗ്രന്ഥി അല്ല. തൈറോയിഡിന് 2 ലോബുണ്ട്. ഈ 2 ലോബുകളും കഴുത്തിന്റെ 2 സൈഡിലായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന അതെ, ഇത് രണ്ടുമാണ് 2 ലോബ്. ഒരിക്കലും തൈറോയിഡിനെ സെന്ററിൽ കൂടെ നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന ആവശ്യമില്ല. കാരണം ഇതിന്റെ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് മുഴുവനും തൈറോയിഡിന്റെ സൈഡിലാണ്. ഈ പിക്ചർ കണ്ടാൽ അറിയാം, ഇതിന്റെ ബ്ലഡ് സപ്ലൈ സൈഡിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യം, തൈറോയിഡിന്റെ ഗ്രന്ഥിയിൽ നമ്മൾ സേവ് ചെയ്യേണ്ട സംഗതികളൊക്കെയും ലാറ്ററൽ സൈഡിലാണ്, സൈഡിലാണ്. ഇപ്പൊ ഈ പിക്ചറിൽ നമുക്കറിയാം പാരാതൈറോയ്ഡ് സൈഡിലാണ്, റെക്കറന്റ് ലെഞ്ചൽ നെർവ് സൈഡിലാണ്, നമുക്ക് ലൈഗേറ്റ് ചെയ്യേണ്ട ബ്ലഡ് വെസൽ സൈഡിലാണ്. അങ്ങനെയെങ്കിൽ എന്തിന് ഒരു സ്കാർ ഉണ്ടാക്കുന്ന സെന്ററിൽ കൂടെ പോകുന്ന ഒരു സർജറി ആവശ്യമുണ്ട്? ഈ ചിന്താഗതി കൂടെയാണ് ഈ പുതിയ ശസ്ത്രക്രിയ കണ്ടുപിടിക്കുകയും അങ്ങോട്ട് എത്തുകയും ചെയ്തത്. അപ്പോ ഇതിന് തീരെയും ഒരു പാടുപോലും അവശേഷിക്കില്ല അല്ലെ? ചെയ്തു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? സർജറിക്ക് ശേഷം ഒരു 6 മാസം കഴിയുമ്പോഴേ കംപ്ലീറ്റ് പാടും ഡിസപ്പിയർ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് മിനിമലി ഇൻവേസീവ്, വളരെ ചെറിയ ഒരു ഇൻസിഷനിൽ കൂടെ സർജറി ചെയ്തിട്ട് ഇംപ്ലാന്റ് മാറ്റിക്കഴിഞ്ഞ് അനാറ്റമിക്കൽ ക്രീസ്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ക്രീസുകൾ, മടക്കുകളുണ്ട്. ആ മടക്കിൽ കൂടെ രോഗിക്ക് എങ്ങനെ വേണം എന്നുള്ള, രോഗിക്ക് എവിടെ സ്കാർ വേണമെന്നുള്ള ആഗ്രഹം പറയുന്ന അവിടെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ശസ്ത്രക്രിയ. ഇതാണ് ഇതിന്റെ പുതിയ മെത്തേഡിന്റെ ബേസിസ്. സാർ ഒരുപാട് തവണയായിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു, ചിത്രം കാണിച്ചിട്ട് നമുക്ക് 2 നെർവ് പോകുന്നുണ്ട് 2 സൈഡിൽ കൂടി, അതിനെ സംരക്ഷിക്കണം എന്ന്. എന്താണ് അതിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രധാന കാരണം? ഈ 2 ഞരമ്പുകളുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്പീരിയർ ലെറിഞ്ചൽ നെർവ്, അതായത് നമ്മൾ മുകളിൽ കാണുന്ന നെർവ്. ഈ സുപ്പീരിയർ ലെറിഞ്ചൽ നെർവിന്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രം കണ്ടാൽ അറിയാം. ഈ സുപ്പീരിയർ ലെറിഞ്ചൽ നെർവ് നമ്മുടെ സൗണ്ടിന് ക്വാളിറ്റി കൊടുക്കുന്നതാണ്. അതായത് അപ്പം ടെനർ വോയിസ് പാടിക്കൊണ്ടിരിക്കുന്ന ആള് ഈ നെർവിന് ഇഞ്ചുറി, ഇവിടെയാണ് ടോപ്പിലാണ് ആ നെർവ് ഇരിക്കുന്നത്, ആ നെർവിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാളിറ്റി മാറിയിട്ട് ബേസ് വോയിസ് ആയിട്ട് മാറും. അയാൾക്ക് ഒരിക്കലും പിന്നെ ടെനർ പാടാൻ സാധിക്കില്ല. അപ്പം ഇങ്ങനെ ക്വാളിറ്റി കൊടുക്കുന്ന ഒരു സംഗതിയാണ് സുപ്പീരിയർ ലെറിഞ്ചൽ നെർവ്. അടുത്തത് റെക്കറന്റ് ലെറിഞ്ചൽ നെർവ്. റെക്കറന്റ് ലെറിഞ്ചൽ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സൗണ്ട് തരുന്ന നെർവാണ്. ഈ നെർവിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മിണ്ടാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വ്യക്തികളെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വിടാൻ സാധിക്കും. ഇപ്പൊ ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ വന്നിട്ടുണ്ട്. ഒരു കോൾ വെയിറ്റിംഗിലാണ്, തിരിച്ചെത്താം. ഹലോ ഹലോ, വീട്ടുവിശേഷമാണ് മാഡം. എവിടെന്നാ വിളിക്കുന്നത്? പേരെന്താ? ഇത് സന്ധ്യ കായംകുളം. പറഞ്ഞോളൂ സന്ധ്യ. എനിക്ക് 10 വർഷമായിട്ട് തൈറോയിഡ് ഉണ്ട്. ഓക്കെ. ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 250ന്റെ കഴിച്ച്, 200ന്റെ കഴിച്ച്, 150ന്റെ കഴിച്ച്, 100ന്റെ കഴിച്ച്, ഇപ്പൊ 50ന്റെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ. എനിക്കൊരു 50 കിലോ തൂക്കം ഉണ്ടായിരുന്നു ഈ തൈറോയിഡ് തുടങ്ങിയപ്പം, അറിഞ്ഞപ്പം. പക്ഷെ ഇപ്പൊ ഒരു 35, 34, 32 വന്ന് നിൽക്കുക. അത്ര ഞാൻ അങ്ങ് ക്ഷീണിച്ചു. പിന്നെ എനിക്ക് ഇടയ്ക്ക് അങ്ങ് ഭയങ്കര അസ്വസ്ഥത, എനിക്ക് വിട്ടുമാറാതെ അങ്ങ് പനിയാണ്, എന്നും അങ്ങ് പനിയായി.
അതെല്ലാം നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വെയിറ്റ് ലോസ് ഉണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്വയം ചികിത്സിക്കാതെ അതിന് തക്കതായിട്ടുള്ള ഒരു നല്ല ഡോക്ടറെ കണ്ടെത്തണം, അതിന് പരിശോധന നടത്തണം. തൈറോയിഡിന്റെ അല്ലാത്ത പല പരിശോധനകളും വേണ്ടിവരും. അകാരണമായ ഒരാളിന് വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് നമുക്ക് ടെലിഫോണിൽ കൂടെ മാത്രം പറഞ്ഞതിന്റെ ഉത്തരം കണ്ടെത്താൻ പ്രയാസമാവും. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം, ഒരു എക്സ്പെർട്ടിനെ കാണണം, കണ്ടുപിടിക്കണം എന്താണ് പ്രോബ്ലം. ഓക്കെ മാഡം, നന്ദി. അപ്പൊ സാർ പറഞ്ഞത് ഹെൽത്ത് എക്കണോമിക്സ് അല്ലെങ്കിൽ ഈ ഹെൽത്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇന്ന് ആധുനിക ലോകത്തിൽ വേണ്ടി വലിയൊരു കാര്യമാണ്. ഇത് 3 പേരുടെ വിജയമാണ് ഈ ഹെൽത്ത് എക്കണോമിക്സിനകത്ത് വരുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ പേഷ്യന്റ് വീട്ടിൽ പോവുകയാണ് എങ്കിൽ രോഗിക്ക് ഭയങ്കര ലാഭമാണ്. 8 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തേണ്ട സാഹചര്യത്തിൽ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് വീട്ടിൽ പോകാൻ സാധിക്കുമെങ്കിൽ അത്രയും ദിവസത്തെ കോസ്റ്റും കാര്യങ്ങളിൽ ലാഭമായി, ആശുപത്രിക്ക് ലാഭമാണ്. ഈ പലരും ധാരണയുണ്ട് രോഗികളെ വളരെ ദിവസം ഹോസ്പിറ്റലിൽ കിടത്തിയ ഹോസ്പിറ്റൽ ലാഭമാണ്. തെറ്റാണ്. ഹോസ്പിറ്റലിൽ ലാഭം കിട്ടുന്ന, ശസ്ത്രക്രിയയിൽ നിന്ന് ലാഭം കിട്ടുന്ന എപ്പോഴും വേഗം ടേൺ ഓവർ കിട്ടുമ്പോഴാണ്. ഒരേ ബെഡ് ഒരാഴ്ചക്കുള്ളിൽ 4 രോഗികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ആ 4 ഇരട്ടി പ്രോഫിറ്റ് ഹോസ്പിറ്റലിന് കിട്ടും. അല്ലെ ഒരു രോഗിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ 4 ഇരട്ടിയായിരിക്കും രോഗി കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പ്രോഫിറ്റ്. ഹോസ്പിറ്റലിനും വിജയമാണ് നേരത്തെ വിട്ടുവിടുന്നത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് എപ്പോഴും കുറച്ച് സമയത്തേക്ക് ഹോസ്പിറ്റലൈസ് ആൾക്കാർക്ക് കൊടുക്കാനാണ് താല്പര്യം. കൂടുതൽ ദിവസം കിടക്കുമ്പോഴും ഇൻഷുറൻസ് കമ്പനീസിന് അത് വളരെ പ്രയാസമായിട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ശസ്ത്രക്രിയയിലുള്ള ആധുനികത കൊണ്ടുവരികയും നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹെൽത്ത് എക്കണോമിക്സ് ആണ് വരുന്നത്. ഉദാഹരണം പണ്ട് കാലത്ത് നമ്മൾ ഗാൾ ബ്ലാഡർ മാറ്റം ശസ്ത്രക്രിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പൺ സർജറി ചെയ്ത് മിനിമം 5 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തി ആരും വിടാറുണ്ട്. ഇന്ന് അതേ സ്ഥാനത്ത് രാവിലെ സർജറിക്ക് വന്നാൽ പേഷ്യന്റ് വൈകുന്നേരം വീട്ടിൽ പോവാം. ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി. ആ മാറ്റം എന്ത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കി. ഇതേപോലെ നമ്മൾ മിനിമലി ഇൻവേസീവ് തൈറോയിഡ് സർജറി എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ്, അത് എന്റെ ടെക്നിക്കായിട്ടാണ് അറിയപ്പെടുന്നത്. എനിക്ക് കഴിഞ്ഞ ജൂലൈ 1 തമിഴ്നാട് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഡോക്ടർ ആൻഡ് ബെസ്റ്റ് ഇന്നോവേഷൻ സർജറി അവാർഡ് വന്നു. അതേപോലെ 3 ജൂലൈ ക്രിസിൽ റേറ്റിംഗ് ഇന്റർനാഷണൽ റേറ്റിംഗ് കമ്പനി ഈ സർജറി, ഈ മിനിമലി ഇൻവേസീവ് തൈറോയിഡ് സർജറിക്ക് ഗോൾഡ് മെഡൽ എനിക്ക് തരികയുണ്ടായി ചെന്നൈ വെച്ച്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ആവശ്യകത അനുസരിച്ച് പുതുമയുള്ള സംഗതി രോഗികൾ കൂടുതൽ പ്രയോജനം വരുന്ന രീതിയിലുള്ള പല പല സർജറികൾ വരട്ടെ, അത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് തൈറോയിഡ് പോലെ ശസ്ത്രക്രിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എക്സ്പോസ് ആയിട്ടുള്ള ഭാഗം കഴുത്തിലുള്ള സ്ഥിതിക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റു പല കാര്യം ഞാൻ പറഞ്ഞതുപോലെ അത്രയും പ്രധാനമുള്ള കാര്യമാണ് സൗന്ദര്യം. അതായത് അൺമാരിഡ് ഗേൾ വരുവാന്ന് വിചാരിച്ചു, ന്യായമായിട്ടും വിവാഹം കഴിക്കാൻ പോകുന്ന പ്രോസ്പെക്റ്റീവ് പറഞ്ഞ് കഴുത്തെ പല്ലത് കുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടം കൂടുതൽ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം സ്കാറില്ലാത്ത ശസ്ത്രക്രിയ അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ സാർ ശസ്ത്രക്രിയ കഴിഞ്ഞു, രോഗി തിരിച്ചു വീട്ടിൽ പോയി, ഇനി എന്നായിരിക്കണം അവര് തിരിച്ചു വന്ന് കാണുക? 5 days കഴിയുമ്പോൾ അവർ വരും. മറ്റു ശസ്ത്രക്രിയയും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് സാധാരണ രീതിയിൽ 7 ദിവസം 5 ദിവസം 7 ദിവസം കഴിഞ്ഞായിരിക്കും പോകുന്നത്. അവർ വീണ്ടും ഇതുപോലെ 5 ദിവസം കഴിഞ്ഞ് വരണം. അപ്പൊ നമ്പർ ഓഫ് ഫ്രീക്വന്റ് വിസിറ്റ്സ് കുറയും ഈ രീതിയിൽ ശസ്ത്രക്രിയ ആണെങ്കിൽ. മാത്രമല്ല പിന്നൊരു റിവ്യൂ എന്ന് വിളിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അടുത്തത് നമ്മൾ കുത്തിക്കറി എടുക്കേണ്ട പരിപാടിയൊന്നുമില്ല, തന്നെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള നൂലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്കാറൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സർ മരുന്നുകൾ പറഞ്ഞു കൊടുത്തു വിടാറുണ്ടോ? അത് രോഗി ക്യാൻസറിന്റെ ഒരു പേഷ്യന്റ് ആണോ, ക്യാൻസർ ഇല്ലാത്ത അവസ്ഥയാണോ, തൈറോയിഡിന്റെ റീപ്ലേസ്മെന്റ് ആവശ്യമുള്ളവരാണോ, മൾട്ടിനോഡുലർ ഗോയിറ്റർ ആണെങ്കിൽ നമ്മൾ തൈറോയിഡ് മുഴുവൻ മാറ്റും. അവർക്കപ്പം വീണ്ടും തൈറോയിഡ് ഹോർമോണിന്റെ ആവശ്യകത വരും. ഇതേപോലെ സോളിറ്ററി നോഡ്യൂൾ മാത്രമേ ഉള്ളൂ, ആ ക്യാൻസർ ഇല്ല എങ്കിൽ അവരെ ഫോളോ അപ്പ് നമ്മൾ പിന്നെ വിളിക്കത്തുള്ളൂ, അവർക്കൊന്നും മരുന്നിന്റെ ആവശ്യം വരില്ല. ക്യാൻസർ ഉള്ള രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാൻസർ സംബന്ധമായിട്ടുള്ള അടുത്ത ചികിത്സകളും അതിന്റെ ഫോളോ അപ്പ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനുശേഷം സർ ഇപ്പൊ ഈ പടത്തിൽ കാണുന്നത് പോലെ മറ്റു മുഴകളും കാണാം അല്ലെ? തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗ്രന്ഥിയല്ല. ചില സിറ്റുവേഷനിൽ തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് നെഞ്ചിന്റെ ഉള്ളിലേക്ക് പോകും. അതിനെ നമ്മൾ ഇൻട്രാതൊറാസിക് ട്യൂമർ എന്ന് പറയുന്നത്. ഇത് ചെസ്റ്റിന്റെ ഉള്ളിലായിരിക്കും പോകുന്നത്. പലപ്പോഴും നമ്മൾ കഴുത്തില് അതിന് വലിയ ലക്ഷണങ്ങൾ കാണാറില്ല. ഈ പേഷ്യന്റ് നോക്കിയാൽ ഈ പേഷ്യന്റെ പ്രധാനപ്പെട്ട മുഴ മുഴുവൻ നെഞ്ചിന്റെ ഉള്ളിലാണ്. നമ്മൾ അയോട്ടോഗ്രാം എടുത്തു കഴിഞ്ഞാൽ
ഇതാണ് ആർച്ച് ഓഫ് അയോർട്ട. നെഞ്ചിന്റെ ഉള്ളിലേക്ക് ഇത്രയും ഭാഗം വരെയും താഴേക്ക് പോയ ട്യൂമറാണ്. യാതൊരു ലക്ഷണങ്ങളും അറിയാനും പറ്റില്ല അല്ലെ? ചില ആൾക്കാർക്ക് ലക്ഷണങ്ങളില്ല. അത് വളരെയധികം വലിപ്പം വന്നു കഴിയുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള വിഷമം, ശ്വാസം വിടാനുള്ള വിഷമം, ഇവയൊക്കെ ഉണ്ടാവും. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും നമ്മളൊരു ചെറിയ സ്കാറിൽ കൂടെ കംപ്ലീറ്റ് ട്യൂമറും മാറ്റാൻ സാധിക്കും. അതെങ്ങനെ സർ? നെഞ്ചിലുള്ളതും ഈ ഒരു അതാണ് ഈ ടെക്നിക്കൽ അഡ്വാൻറ്റേജ്. ഈ ചെറിയൊരു പാടിൽ കൂടെ ഈ സൈഡിലൊന്നും ശസ്ത്രക്രിയയുടെ പാടുകളില്ലാതെ കംപ്ലീറ്റ് മുഴയെ മാറ്റാം. 24 മണിക്കൂറിന് ശേഷം ആളിനെ നമുക്ക് ഈ സിറ്റുവേഷൻ കാണും. അതിനുശേഷം 6 മാസം കഴിയുമ്പോഴേക്ക് പാട് ഡിസപ്പിയർ ചെയ്യും. 1 വർഷം കഴിയുമ്പോഴേക്ക് ഒരിക്കലും പാടില്ലാത്ത അവസ്ഥ. ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നെഞ്ച് തുറന്ന് നമ്മൾ ഈ പർട്ടിക്കുലർ രോഗി ഒരു 10-20 ഡോക്ടർമാരൊക്കെ പോയിരുന്നു. അവരെല്ലാം ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രം ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ശരിക്കും നമുക്ക് പേടിയുമായിരിക്കും. നെഞ്ചിലാകുമ്പോൾ ഒരുപാട് അവയവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ടെക്നോളജിയിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ പല അഡ്വാൻറ്റേജ്. ഇവരൊക്കെ 24 മണിക്കൂറിനും വീട്ടിൽ പോകുന്നവരാണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. സർ ഒരു കോൾ എടുത്തിട്ട് വരാം. ഹലോ 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 സർ, വീട്ടുവിശേഷമാണ് സർ. പേര്? എന്റെ പേര് ബിബിൻ. പറഞ്ഞോളൂ സർ. ചോദിച്ചാട്ട്. സാർ, എനിക്ക് TSH ഒരു 2 വർഷം മുമ്പാണ്. 16 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 50 ആണ് മെഡിസിൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്, ടാബ്ലറ്റ് തൈറോക്സിൻ സോഡിയം. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ ഈ വിറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണമെന്നുള്ളത് കമ്പൽസറി ആണോ സാർ? നമ്മൾ സാധാരണ റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളിന് എക്സ്റ്റേണൽ പുറത്തുനിന്ന് വൈറ്റമിൻസ് കഴിക്കേണ്ട പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് തന്നെ ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും ഉണ്ടായിരിക്കും. ഓക്കെ സാർ. പിന്നെ തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ടാണ്, ഡ്രൈ സ്കിൻ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഈ ബാത്റൂമിൽ പോകണമെന്നുള്ളൊരു ടെൻഡൻസി പോലെ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ തൈറോയിഡിന്റെ സൈഡ് എഫക്ട് ആയിട്ട് വരുന്നതാണോ? TSH 15 മാത്രം പറയുന്നത് തീർച്ചയായിട്ടും ഒരു ശരിയായ ആ ഒരു വാല്യൂ അല്ല. T3, T4, TSH ഈ 3 കാര്യവും പറയാതെ നമുക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഈ 3 വാല്യൂ പറയണം, എങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. TSH മാത്രമായിട്ട് നമ്മളൊരു ടെസ്റ്റ് ഒരിക്കലും ചെയ്യാറില്ല. ഫുള്ള് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് TSH മാത്രമായിട്ട് നോക്കിയാൽ മതി. അങ്ങനെയല്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് വാല്യൂസും ഈ മരുന്നിന്റെ ടൈട്രേഷൻ നമുക്ക് കറക്റ്റായിട്ട് തരാനും പ്രയാസമാവും. സർ വളരെ നന്ദി. ഇടയ്ക്കിപ്പോ സാർ പറഞ്ഞല്ലോ നെഞ്ചിലേക്ക് ഇറങ്ങുന്ന മുഴകൾ, അത് തന്നെയാണ് നമ്മുടെ ഈ നടുക്കുള്ള എല്ലിന്റെ തൊട്ട് പിറകെയായിട്ട് വരുന്ന ഗോയിറ്റർ എന്നൊക്കെ അതുപോലെ തന്നെ. അതുപോലെ ഇപ്പൊ ഗോയിറ്റർ എന്ന് പറഞ്ഞ് പലരും പറയാറുള്ളതും ഇത് തന്നെയാണോ? കഴുത്തിലെ മുഴകൾ ചിലപ്പോൾ ചിലർക്ക് കഴുത്തിലുള്ള എല്ലാ മുഴകളുടെയും കോമൺ പേരാണ് ഗോയിറ്റർ. ഗോയിറ്റർ തന്നെ കോമൺ ടെർമിനോളജി ആയതുകൊണ്ട് ഞാൻ ആദ്യം വരെ സൂചിപ്പിച്ചിട്ടുള്ള പല സബ് ഡിവിഷൻസ് ഈ ഗോയിറ്ററിനകത്ത് വരും. ഇവർ ഫിസിയോളജിക്കൽ ഗോയിറ്റർ ഉണ്ട്. ഇപ്പൊ അഡോളസന്റ് ഏജിലുള്ള പെൺകുട്ടികള് അല്ലെങ്കിൽ ബോയ്സും ഒക്കെ ചിലപ്പോൾ തൈറോയിഡ് സ്വെല്ലിംഗ് ഉണ്ടായി വരാം. അത് ഫിസിയോളജിക്കൽ, അതൊരു സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നോർമലായിട്ട് മാറും. ഗോയിറ്റർ മാത്രം പറഞ്ഞാൽ ഒരു തൈറോയിഡിന്റെ സ്വെല്ലിംഗ് മാത്രമേ അർത്ഥമുള്ളൂ. അതുപോലെ പലരും സംശയം ചോദിക്കാറുണ്ട് ആഹാര രീതികളെ കുറിച്ചിട്ട്. ഇപ്പൊ ക്യാബേജ് കഴിക്കാമോ, കോളിഫ്ലവർ കഴിക്കാമോ, അതെല്ലാം കഴിച്ചിരുന്നാൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരില്ലേ? അത്തരം ഒരു ചോദ്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഓക്കെ. തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ അയോഡിൻ ബേസ്ഡ് ആണ്. ഈ കോളിഫ്ലവറോ ക്യാബേജോ അല്ല പ്രധാനമായ കാര്യം. അയോഡൈസ്ഡ് സോൾട്ട്, ഉപ്പിൽ അയോഡിൻ കലർന്നിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് ഈ ഹില്ലി ഏരിയാസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് സീ ഫിഷ് ഒന്നും കഴിക്കാൻ ചാൻസ് ഇല്ലാത്തവർക്കാണ് പലപ്പോഴും തൈറോയിഡ് ഗോയിറ്റർ കാണുന്നത്. എപ്പോഴും ഹില്ലി ഏരിയയിലാണ് കാണുന്നത്. 2 എക്സ്ട്രീംസ് ആണ് കാണുന്നത്. ഹില്ലി ഏരിയയിൽ താമസിക്കുന്നവർക്ക് മിക്കവാറും നോൺ ക്യാൻസറസ് തൈറോയിഡ് സ്വെല്ലിംഗ്, അത് ഗോയിറ്റർ ആയിട്ട് വരും. അത് അയഡിന്റെ അളവ് കുറവുണ്ട്. അയഡിൻ അത് എടുക്കാനായിട്ട് പലർക്കും ഭയങ്കര ഒരു പേടിയാണ്. കാരണം അതിന്റെ ഒരു വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം. അതിന്റെ ഒരു ചികിത്സയെ പറ്റിയിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ മെഡിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന അളവ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് റേഡിയോ ആക്റ്റീവ് അയഡിന്റെ ഉപയോഗം വരുന്നത്. ഒന്ന് ഡയഗ്നോസിസ്. പല സിറ്റുവേഷനിലും നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ ആവശ്യകതയുണ്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ. അത് വളരെ ചെറിയ മില്ലിക്യൂറി, വളരെ ചെറിയ അളവായിരിക്കും. എന്നാൽ ചില കേസിൽ തൈറോയിഡ് ക്യാൻസർ, പാപ്പിലറി ക്യാൻസർ, ഫോളിക്കുലാർ ക്യാൻസർ, അങ്ങനെയുള്ള ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസർ ആണെങ്കിൽ ഇവർക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കംപ്ലീറ്റ് ഡിസീസും മൈക്രോസ്കോപ്പിക് ഡിസീസും മാറണമെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ അത് കുടിക്കാനാണ് കൊടുക്കുന്നത്. എക്സ്റ്റേണൽ റേഡിയേഷൻ ഒന്നുമല്ല. അത്
കൊടുത്തെങ്കിൽ മാത്രമേ പക്ഷെ എനിക്ക് തോന്നുന്നു റേഡിയോ ആക്റ്റീവ് എന്നൊക്കെ പേര് കേൾക്കുമ്പോഴായിരിക്കും അത് ഉള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും അത് സിംഗിൾ ഡോസ് മരുന്ന് കൊടുക്കുന്നു. ഒരു ദിവസം നമ്മൾ ഐസൊലേഷന് കിടത്തുന്നു, 2 ദിവസം കിടത്തുന്നു. അതിനുശേഷം നമ്മുടെ ബോഡിയിലുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ അളവ് കുറയുന്നു, ഹാഫ് ലൈഫ് കുറയുന്നു, പിന്നെ സേഫ് ആയിരിക്കും. അതിന് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 3-4 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുന്ന അമ്മമാരുണ്ട്, അവർക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ആവശ്യമുള്ള ഭയപ്പാടല്ല. സാർ, ഇപ്പൊ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇപ്പൊ തൈറോയ്ഡ് ക്യാൻസറോ അല്ലെങ്കിൽ പാരതൈറോയ്ഡ് ക്യാൻസർ വളരെ അപൂർവമായിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ക്യാൻസർ എല്ലാം ഉണ്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീട് കീമോതെറാപ്പി അതിന്റെ ഒരു ആവശ്യം വരുന്നുണ്ടോ? തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾക്ക് ഒരു കീമോതെറാപ്പി. ബേസിക്കലി കീമോതെറാപ്പി വേണ്ടിവരുന്ന ടൈപ്പ് ഓഫ് ട്യൂമർ അല്ല തൈറോയ്ഡിലുണ്ടാകുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന 3 തരം ക്യാൻസറുകൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ ഞാൻ പറഞ്ഞു, പാപ്പിലറി ഫോളിക്കുലർ. പിന്നെ വരുന്നത് അനാപ്ലാസ്റ്റിക് ക്യാൻസർ. അപൂർവം ചിലപ്പോൾ അനാപ്ലാസ്റ്റിക് ക്യാൻസർ നമ്മൾ കീമോതെറാപ്പി സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് പേഷ്യന്റ് ഡിസീസ് വളരെ കൂടുതലായിരിക്കും, ട്രക്കിയൊക്കെ ഇൻവേഡ് ചെയ്തിട്ട് അവർ വേഗം മരിച്ചുപോകും. പിന്നെ വരുന്നത് മെഡുലറി ക്യാൻസറാണ്. അത് ആക്ച്വലി തൈറോയിഡിന്റെ ചുറ്റിനുമുള്ള പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ട്യൂമറാണ് മെഡുലറി ക്യാൻസർ. അതിനും കീമോതെറാപ്പി ഒന്നും ഇല്ല. പ്രധാനമായിട്ട് ഈ 3 തരത്തിലുള്ള ക്യാൻസറുകളാണ് തൈറോയിഡിൽ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച് തൈറോയിഡിന്റെ ക്യാൻസർ അത്രത്തോളം ഒരു അപകടകാരിയല്ല. ഇപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു സ്ത്രീയോട് പറയുക, ഞാൻ നിനക്കൊരു ക്യാൻസർ തരുക, നീ ഒരെണ്ണം ചൂസ് ചെയ്യണം. ഏത് ചൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ക്യാൻസർ ആയിരിക്കും ബെസ്റ്റ്. കാര്യം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം 100% ക്യൂർ ചെയ്യാവുന്ന തരത്തിലുള്ള ക്യാൻസറുകൾ ഒരെണ്ണമാണ് തൈറോയിഡ് ക്യാൻസർ, എസ്പെഷ്യലി പാപ്പിലറി ക്യാൻസർ. തൈറോയിഡ് സർ, ഇടയ്ക്ക് നേരത്തെ തൈറോയിഡിന്റെ അളവ് കൂടുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. അതിൽ ഗ്രന്ഥിയിൽ ചിലപ്പോൾ വെള്ളം കെട്ടും അങ്ങനെയൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ആ വെള്ളക്കെട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നീഡിൽ വെച്ചിരുന്നു, അതിലെങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? അത് സൂചി വെച്ച് കുത്തിയെടുക്കേണ്ടത്? ഒരു പ്രാവശ്യം ചില അപൂർവം ചില ആൾക്കാർക്ക് നമുക്ക് സിസ്റ്റ് വേണമെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യാം. അത് വളരെ ചെറിയ 2 ml 1 ml ഒക്കെ ഉള്ള ഫ്ലൂയിഡ് മാത്രമാണെങ്കിൽ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ സിസ്റ്റിനകത്ത് തന്നെ പാപ്പിലറി പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞത് മാറ്റി എടുത്ത് പത്തോളജിസ്റ്റിനെ കൊടുക്കുമ്പോഴാണ് പറയുന്നത് ഇതിനകത്ത് പാപ്പിലറി പ്രൊജക്ഷൻസ് ഉണ്ടെന്നും അതിനകത്ത് ക്യാൻസർ ഉണ്ടെന്നും അറിയും. അപ്പം ഒരു പ്രാവശ്യം ആസ്പിറേറ്റ് ചെയ്ത ശേഷം വീണ്ടും വിത്തിൻ ഷോർട്ട് ടൈം അതിനകത്ത് ഫ്ലൂയിഡ് ഫില്ല് ആവുകയാണെങ്കിൽ 100% ഏറ്റവും ബെസ്റ്റ് ആ സിസ്റ്റ് മാത്രമായിട്ടെങ്കിലും മാറ്റി ഒന്ന് പരിശോധിച്ചെങ്കിൽ കറക്റ്റ് ആയിട്ട്. ഈ നിറവ്യത്യാസം കാണുമ്പോഴും അറിയായിരിക്കാം അല്ലെ ക്യാൻസറിന്റെ വെള്ളക്കെട്ടുന്ന തന്നെ നമുക്ക് അതിന്റെ നിറവ്യത്യാസത്തിൽ നിന്ന് നമുക്ക് ക്യാൻസറാണ്. സൈറ്റോളജി നമ്മൾ ചെയ്യും, സൈറ്റോളജിയാണ് പറയേണ്ടത്, കളർ മാത്രമല്ല സൈറ്റോളജി ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാൻസർ ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ പോസിബിലിറ്റി ഈസ് ദാറ്റ് ക്യാൻസർ. ഓക്കെ സാർ, ഇപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയെ പറ്റിയിട്ട് അതൊരു നമ്മുടെ അവയവത്തിന് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവമാണ് ശരീരത്തില്. അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് ഒരു കഥ പറയുന്ന ഒരു ലാഘവത്തോടുകൂടി തന്നെ നമുക്കത് പറഞ്ഞു തന്നു. പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. അപ്പൊ സാർ പറഞ്ഞതുപോലെ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും അതിന്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. അതിന്റെ ശസ്ത്രക്രിയയും വളരെ സിമ്പിൾ ആണെന്ന് ഇപ്പൊ സാർ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരോഗ്യരംഗത്തെ മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.